അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് ഈശോ അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ തിരുവചന ഭാഗത്ത് അതിമനോഹരമായ വിധത്തിൽ കർത്താവ് യേശു മിശിഹ ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ഒരു രംഗമാണിത്. നമ്മൾ ആരംഭത്തിൽ വായിച്ചത് എങ്ങനെയാണ്? ഈശോ സിനഗോഗിൽ പ്രവേശിച്ചപ്പോൾ കൈ ശോഷിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, കൈ ഇല്ലാത്ത ആളെന്നല്ല ഈശോ പറഞ്ഞത്, കൈ ശോഷിച്ച ഒരാളുണ്ടായിരുന്നു. എന്താണ് അപ്പോൾ ഈ കൈകളുടെ ശോഷിപ്പ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. അത് നന്മ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കൈകൾ ചെറുതായി പോകുന്നതിനെയാണ് കൈകളുടെ ശോഷിപ്പ് എന്ന് ആത്മീയമായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്മ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കൈകൾ ശോഷിച്ചു പോകുന്നു, ചുരുണ്ടു പോകുന്നു. ആത്മീയമായ കൈകളുടെ ശോഷിപ്പിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ കൈ ശോഷിച്ചു പോയിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ആദ്യം തന്നെ ആദവും ഹവ്വയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനായി കൈ ഉയർത്തുന്നതിന് പകരം പിശാചിൽ നിന്ന് തിന്മ വാങ്ങാനുള്ള കൈയായിരുന്നു ആദത്തിൻ്റെയും ഹവ്വയുടെയും കൈ. അതൊരു തരം ആത്മീയമായ ശോഷിപ്പാണ്. വീണ്ടും നമുക്കറിയാം, ഇവരുടെ മക്കള് കായേനും ആബേലും. അതിൽ കായേൻ്റെ കൈയും നന്മ സ്വീകരിക്കാനല്ല, സഹോദരനെ കൊല്ലാനാണ് അയാളുടെ കൈയും ഉയർന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയല്ലേ കൈകളുടെ ശോഷിപ്പ് എന്നതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അർത്ഥമാക്കുന്നത്. ആത്മീയമായി ആരുടെ മനസ്സാണോ ആരുടെ ഹൃദയമാണോ പോകുന്നത്, ശോഷിച്ചു പോകുന്നത്, അവരുടെ കൈകളും ബാഹ്യമായ വിധത്തിൽ അത് ശോഷിപ്പിൻ്റെ അടയാളങ്ങളായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ കൈ ശോഷിച്ച വ്യക്തി, ആരുടെ ഹൃദയമാണോ ശോഷിച്ചു പോകുന്നത്, ചുരുങ്ങിപ്പോകുന്നത്, കർത്താവിനെ സ്വീകരിക്കാനോ കർത്താവിനെ മനസ്സിലാക്കാനോ കർത്താവിനെ സ്വന്തമാക്കാനോ പറ്റാത്ത വിധത്തിൽ ചുരുങ്ങിപ്പോകുന്ന ഹൃദയത്തിൻ്റെ ഉടമകളുടെ എല്ലാ കൈകളും അങ്ങനെ തന്നെ ശോഷിച്ചതായിരിക്കും. യൂദാസിനെ നമുക്കറിയാം. കാര്യം, കർത്താവിൻ്റെ കൂടെ 3 വർഷം നടന്നു. എന്നാലും ആ കർത്താവിനെ ഒന്ന് തിരിച്ചറിയാൻ, അനുഭവിക്കാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് വലിപ്പമില്ലാതെ പോയി. അതുകൊണ്ട് തന്നെയല്ലേ പാപികളുടെ പക്കൽ നിന്ന്, കർത്താവിനെ കൊല്ലാൻ നോക്കിയിരുന്നവരുടെ പക്കൽ നിന്ന് ആ തിന്മയുടെ പണം വാങ്ങാനായിട്ട് അയാളുടെ കൈ നീണ്ടതും ഉയർന്നതും. അതും ഒരുതരം ശോഷിപ്പാണ്. ഇങ്ങനെ കൈ ശോഷിച്ച അനേകം വ്യക്തികളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് കൈകളുടെ ശോഷിക്കാത്ത കൈകളുടെ പ്രവൃത്തിയും സ്വഭാവവും എന്ന് നമ്മൾ തിരിച്ചറിയണം. അനുഗ്രഹിക്കാനായിട്ട് ആരുടെ കൈകളാണ് ഉയരുന്നത്, അത് ശോഷിപ്പില്ലാത്ത കൈകളാണ്. അതായത് നമ്മുടെ കൈകൾ ഉയരുന്നത് അനുഗ്രഹിക്കാനായിരിക്കണം, ഒരു ആളെയും ശപിക്കാൻ ആയിരിക്കരുത്. ഹൃദയം വലുതാണെങ്കിൽ നമ്മുടെ കൈകളും വലുതാകും. ഹൃദയം അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ കൈകൾ ഉയർന്നതും മറ്റുള്ളവരെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വീണ്ടും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്താൻ പറ്റുന്നതിനെയാണ് ശോഷിപ്പില്ലാത്ത കൈകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. ഇങ്ങനെ ഈശോയുടെ പക്കലേക്ക് നമ്മുടെ കൈകൾ ഉയർത്താൻ പറ്റണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആദ്യം ഹൃദയം ദൈവപക്കലേക്ക് ഉയരണം. ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർന്നെങ്കിലേ, ഹൃദയങ്ങൾ ദൈവവിചാരം കൊണ്ട് നിറഞ്ഞെങ്കിലേ നമ്മുടെ കൈകളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താൻ മാത്രം വിധത്തിൽ ശോഷിപ്പില്ലാത്ത കൈകളായിട്ട് തീരുകയുള്ളൂ. വീണ്ടും മോശയുടെ കൈകൾ നമുക്കറിയാം. മോശ എപ്പോഴൊക്കെയാണോ കൈകൾ ഉയർത്തിപ്പിടിച്ചത് അപ്പോഴൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചു, ദൈവജനം രക്ഷ പ്രാപിച്ചു. ഇതുപോലെ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതായിരിക്കണം നമ്മുടെ കൈകൾ. അതിനെയാണ് ശോഷിപ്പില്ലാത്ത കൈകൾ എന്നതുകൊണ്ട് ആത്മീയമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, അപ്പോൾ കൈകൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന കൈകൾ. ഇതുപോലെ അഹ്റോൻ്റെ കൈകൾ നമുക്കറിയാം.
മോശയുടെ കൈകൾ അഹറോൻ വാങ്ങിച്ച് സ്വന്തം തോളിൽ താങ്ങായിട്ട് വെച്ചു. അപ്പോൾ അഹറോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശയെ താങ്ങി നിർത്തുന്നത് ഒരു താങ്ങായിട്ട് തീർന്നു. നമ്മുടെ കൈകൾ മറ്റുള്ളവർക്ക് താങ്ങായിട്ട് കൊടുക്കണം. അതിനെയാണ് ശോഷിപ്പില്ലാത്ത കൈകൾ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. മാത്രമല്ല, അടുത്തതായി നമ്മൾ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും തിന്മയെ നിഹനിക്കുന്നതായിരിക്കണം നമ്മുടെ കൈകൾ, തിന്മയെ സ്വീകരിക്കുന്നതാകരുത്. ശോഷിപ്പുള്ള കൈകളാണ് എപ്പോഴും തിന്മയെ സ്വീകരിക്കുന്നത്. ശോഷിപ്പില്ലാത്ത കൈകൾ അത് തിന്മയെ നിഹനിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണാം. പാപത്തിൻ്റെ എല്ലാ ശക്തികളെയും തച്ചുടയ്ക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പാപത്തെ നിഹനിക്കുന്ന ഒട്ടനവധി പ്രവാചകന്മാരുണ്ട്, കുറേയേറെ വ്യക്തികളുണ്ട്, കുറേയേറെ വിശുദ്ധരുണ്ട്, കർത്താവിനെ അനുഗമിച്ചവരുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും തിന്മ മുഴുവൻ മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായും ആ ഹൃദയം വികസിക്കാൻ തുടങ്ങും. നന്മയെ സ്വീകരിക്കാൻ, പ്രാർത്ഥനകൾ കൊണ്ട് നിറയ്ക്കാൻ, കർത്താവിനെ സ്വന്തമാക്കാൻ, ദൈവാനുഭവത്തിലേക്ക് വരാൻ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരുടെ കൈകൾ, ആ കൈകളുടെ ശോഷിപ്പ് നാച്ചുറലി സ്വാഭാവികമായും ഇല്ലാതായിത്തീരും. അപ്പോൾ കൈ ശോഷിച്ച വ്യക്തി എന്ന് വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്, പ്രിയപ്പെട്ടവരെ ഓർക്കണം, ആദ്യം ആരുടെ ഹൃദയമാണോ ശോഷിക്കുന്നത് അവരുടെ കൈകളാണ് വീണ്ടും രണ്ടാമതായിട്ട് ശോഷിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, തിന്മയെ നിഹനിക്കുന്നതായിരിക്കണം നമ്മുടെ കൈകൾ, തിന്മയെ നിഹനിക്കാനുള്ളതായിരിക്കണം നമ്മുടെ കൈകൾ, തിന്മയെ സ്വീകരിക്കാനുള്ളത് ആയിരിക്കരുത്. ദാവീദിനെയും ഗോലിയാത്തിനെയും നമ്മളൊക്കെ ഒത്തിരിയേറെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ദാവീദ് ഒരു ചെറിയ ബാലൻ. അദ്ദേഹത്തിൻ്റെ ശരീരം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, അദ്ദേഹത്തിൻ്റെ കൈകൾ തീർത്തും ദുർബലമാണ്. ഗോലിയാത്താകട്ടെ മഹാമേരു പോലെ ഉയർന്ന് വളർന്ന് പൊങ്ങി നിൽക്കുന്ന വ്യക്തി. എന്നിട്ടും ദാവീദിൻ്റെ ഈ കൊച്ചു കൈകളിൽ നിന്നും പ്രവഹിച്ച ചെന്ന ഒരു കുഞ്ഞു കല്ലല്ലേ ഈ മഹാമേരുവായിട്ട് അജാനുബാഹുവായി നിന്ന ഗോലിയാത്തിനെ നിലംപരിശാക്കി തകർത്ത് കളഞ്ഞത്? എന്താണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ പ്രത്യേകത? അതുകൊണ്ടാണ് ആരംഭത്തിലെ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ പക്കലേക്ക് ഉയരുന്നതാകണം നമ്മുടെ കൈകളെന്ന്. അതിനെയാണ് ശോഷിപ്പില്ലാത്ത കൈ എന്ന് അർത്ഥമാക്കുന്നത്. ദാവീദ് ആശ്രയിച്ചത് സ്വന്തം കൈകളുടെ ബലത്തിലല്ല. ദാവീദ് ആശ്രയിച്ചത് സ്വന്തം ഹൃദയത്തിൻ്റെ ശക്തിയിലല്ല. ദാവീദ് ആശ്രയിച്ചത് സ്വന്തം ബുദ്ധിയുടെ ശക്തിയിലല്ല. നേരെ മറിച്ച് സർവ ആശ്രയത്വവും പിതാവായ ദൈവത്തിൽ അർപ്പിച്ചപ്പോൾ ഈ കുഞ്ഞ് കയ്യ് അത് അതിശക്തമായ കൈകളായിട്ട് തീർന്നു. ചെറിയ ബുദ്ധി വലിയ ബുദ്ധിയായിട്ട് തീർന്നു. ചെറിയ ഹൃദയം അത് കർത്താവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞപ്പോൾ വലിയ ഹൃദയമായിട്ട് തീർന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആരുടെയൊക്കെ കൈകളാണോ ബലവത്തായിത്തീരുന്നത്, നന്മ ചെയ്യാൻ, തിന്മയെ നിഹനിക്കാൻ, അനുഗ്രഹിക്കാൻ, നിഗ്രഹിക്കാതിരിക്കാൻ ആരുടെ കൈകളാണോ ബലവത്തായിത്തീരുന്നത് അതൊക്കെ ശോഷിപ്പില്ലാത്ത കൈകളാണ്. ഇങ്ങനെ ശോഷിപ്പില്ലാത്ത കൈകളായി തീരണമെങ്കിൽ നമ്മളൊക്കെ ദൈവത്തിൻ്റെ പക്കൽ നിന്നും ശക്തമായ വിധത്തിൽ പ്രാർത്ഥിച്ച് ദൈവാനുഭവം, ദൈവകൃപ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഹൃദയം വികസിക്കുന്നതനുസരിച്ച് നമ്മുടെ കൈകളുടെ ശോഷിപ്പും ഇല്ലാതായിത്തീരും. ഇനി പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൈകളെ ഒന്ന് നോക്കുക. എന്തായിരുന്നു ഈശോയുടെ കൈകളുടെ പ്രത്യേകത? കർത്താവിൻ്റെ കൈ എപ്പോഴും അനുഗ്രഹിക്കാനേ ഉയർന്നിട്ടുള്ളൂ. ഒരിക്കലും ഒരാളെയും ശപിക്കാനോ നിഗ്രഹിക്കാനോ കർത്താവിൻ്റെ കൈകൾ ഉയർന്നിട്ടില്ല. ഈശോയുടെ കൈകൾ അത് സുഖപ്പെടുത്തുന്ന കൈകളാണ്. ഒരാളുടെ രോഗത്തെ മൂർച്ഛിപ്പിക്കുന്നതല്ല, നേരെ മറിച്ച് കർത്താവിൻ്റെ കൈകൾ എന്നും എപ്പോഴും എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കൈകളാണ്. വീണ്ടും ഈശോയുടെ കൈകളുടെ പ്രത്യേകതയുണ്ട്. അത് അഭിഷേകം ചെയ്യപ്പെട്ട കൈകളാണ്. അതുകൊണ്ട് എന്താ പ്രത്യേകത? കർത്താവ് 5 അപ്പം കൈകളിലെടുത്താൽ അത് 5000-ങ്ങൾക്കുള്ളതായിട്ട് മാറും. ഈശോ 7 അപ്പം കൈകളെടുത്താൽ അനേകായിരങ്ങൾക്കുള്ളതായിട്ട് വർദ്ധിക്കും. കാരണം എന്താ? അഭിഷേകം ചെയ്യപ്പെട്ട കരങ്ങളുടെ സ്പർശനം തന്നെ
മറ്റുള്ള വസ്തുക്കൾക്ക് വലിയ മാറ്റം വരുത്തും. ഇതല്ലേ ശോഷിപ്പില്ലാത്ത കൈകൾ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. വീണ്ടും തിന്മയെ ആട്ടിപ്പായിക്കുന്നതാണ് കർത്താവിൻ്റെ കൈകൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, ഈശോ പിശാചിനോട് പറഞ്ഞു, പിശാചെ നീ ദൂരെ പോയെന്ന്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും നമുക്ക് കാണാം, പിശാച് ബാധിതനായ ആ മനുഷ്യനിൽ നിന്നും ഈശോ ആ പിശാചിനെ ആട്ടിപ്പുറത്താക്കി. അപ്പോൾ തിന്മയുടെ ശക്തികളെ ആട്ടിപ്പുറത്താക്കാനായിരിക്കണം നമ്മുടെ കൈകൾ ഉപയോഗിക്കുന്നത്. കർത്താവിൻ്റെ കൈകൾ അപ്രകാരമുള്ളതായിരുന്നു. നമുക്കറിയാം, ഈശോ ശിശുക്കളെ കൈകളെടുത്തു ആശീർവദിച്ചു. പ്രിയപ്പെട്ടവരെ, ശോഷിപ്പില്ലാത്ത കൈകൾ, കർത്താവ് കൈകളിൽ ശിശുക്കളെ എടുത്ത് അവരെ ആശീർവദിച്ചു. ബദിരൻ്റെ ചെവിയിൽ ഈശോ വിരലിട്ടു. ഉടനെ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഉടനെ കേൾവി ശക്തി തിരിച്ചു കിട്ടി. ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഓർക്കും, നമ്മളൊക്കെ ആരെങ്കിലും കണ്ണിൽ തൊടുവോ ചെവിയിൽ വിരലിടുകയോ ചെയ്താലോ ഉള്ള കാഴ്ചയും പോകും, അവരെ കേൾവി ശക്തി നഷ്ടപ്പെടും. കാരണം നമ്മുടെ സ്പർശനങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാഴ്ചശക്തിയെ കുത്തിപ്പൊട്ടിക്കുന്നതാണ്, മറ്റുള്ളവരുടെ കേൾവിയെ നശിപ്പിക്കുന്നതാണ്. കർത്താവിൻ്റെ സ്പർശനം എപ്പോഴും കാഴ്ച തിരിച്ചു കൊടുക്കുന്നതാണ്. ഈശോയുടെ സ്പർശനം എപ്പോഴും കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നതാണ്. ഇതല്ലേ വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഈശോ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സ്പർശിച്ചു. ഉടനെ ആ സ്ത്രീയുടെ ശരീരത്തിലുണ്ടായിരുന്ന രോഗത്തിൻ്റെ അംശങ്ങൾ, പനി സമ്പൂർണമായിട്ടും വിട്ടുപോയി. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന കർത്താവിശ്വമിശിഹായെ, ഏകമകനെ അത് മരിച്ചു ശവമഞ്ചത്തിൽ കൊണ്ടുപോകുന്ന ജനങ്ങൾ, കരഞ്ഞുകൊണ്ട് വരുന്ന അമ്മ, ആ ശവമഞ്ചത്തിലൊന്ന് തൊട്ടു ഈശോ പറഞ്ഞു, യുവാവെ എഴുന്നേൽക്കുകയെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ കാണുന്നത്? അത്ഭുതകരമായ വിധത്തിൽ ആ മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എന്ന വണ്ണത്തിൽ ഇതാ എഴുന്നേറ്റിരിക്കുന്നു ശവമഞ്ചത്തിൽ. കർത്താവ് ആ മനുഷ്യനെ തൊട്ടില്ല, ശവമഞ്ചത്തിലേ തൊട്ടുള്ളൂ. അന്നലത്തേനും അതേ സമയത്ത് തന്നെ ആ മനുഷ്യൻ അവിടുന്ന് സടകുട പിടഞ്ഞെഴുന്നേൽക്കുന്നു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ശോഷിപ്പില്ലാത്ത കൈകൾ തൊട്ടാൽ മതി ജീവൻ തിരിച്ചു കിട്ടും. ശോഷിപ്പില്ലാത്ത കൈകൾ ഒന്ന് ഉയർന്നാൽ മതി അവിടെ മുഴുവൻ അനുഗ്രഹം വന്നു നിറയും. ശോഷിപ്പില്ലാത്ത കൈകളുടെ ഒരു സ്പർശനം മതി വലിയ സൗഖ്യങ്ങളും അഭിഷേകങ്ങളും അവിടെ ഉണ്ടായിത്തീരും. വീണ്ടും നമുക്ക് കാണാം, മരിച്ച ബാലികയുടെ അടുത്തേക്ക് ഈശോ ചെല്ലുന്നത്. ആ രാജസേവകൻ്റെ വീട്ടിൽ ചെന്ന് കർത്താവ് ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ബാലിക മരിച്ചു, ഇനി ഒരു ഉപകാരമില്ല എന്ന്. ചെന്നിട്ട് കർത്താവ് ചെയ്ത് കണ്ടില്ലേ, ആ മരിച്ച ബാലികയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ബാലികയെ എഴുന്നേൽക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? കർത്താവ് ആ മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ സ്പർശിച്ചപ്പോൾ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ തുടിപ്പുകൾ കൈകളിലൂടെ ആ ബാലികയുടെ ശരീരം ആകമാനം പ്രസരിച്ചു. അതല്ലേ സംഭവിച്ചത്? സ്പർശിച്ചപ്പോൾ തന്നെ, ആ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവന്റെ സ്പന്ദനങ്ങൾ, തുടിപ്പുകൾ ഈശോയുടെ കൈകളിലൂടെ ആ ബാലികയുടെ ശരീരം ആ സകലം പ്രവഹിച്ചു. ജീവൻ തിരിച്ചു കിട്ടി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൈ ജീവൻ കൊടുക്കുന്നതാണ്, ജീവൻ എടുക്കുന്നതല്ല. കർത്താവിൻ്റെ കൈ ജീവൻ കൊടുക്കുന്നതാണ്. മരിച്ച സർവർക്കും ജീവൻ കൊടുക്കുന്നതാണ് കർത്താവിൻ്റെ കൈകൾ. നേരെ മറിച്ച് ഒരു കാരണവശാലും ഒരിക്കലും ആരുടെയും ജീവൻ എടുക്കുന്നതല്ല കർത്താവിൻ്റെ കൈകൾ. വീണ്ടും നമുക്ക് കാണാം, വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന് ചാകാൻ തുടങ്ങുന്ന പത്രോസ് നിലവിളിച്ചു, കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഈശോ എന്താ ചെയ്തേ? കൈക്ക് പിടിച്ച് പത്രോസിനോട് പറഞ്ഞു, അല്പവിശ്വാസി നീ എന്തേ സംശയിച്ച് എന്ന്. നീ എന്തേ അല്പവിശ്വാസി, നീ എന്തേ സംശയിച്ചതെന്ന്. ഈശോ പത്രോസിൻ്റെയും കൈകളിൽ പിടിച്ചാണ് ദുരന്തത്തിൽ നിന്നും രക്ഷിക്കുന്നതെന്ന് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് ശോഷിപ്പില്ലാത്ത കൈകളുടെ ലക്ഷണമെങ്കിൽ അപ്പോൾ എന്താണ് ശോഷിച്ച കൈകൾ എന്നുകൂടി നമ്മളൊന്ന് തിരിച്ചറിയണം. അത് ശോഷിപ്പുള്ള കൈകളുടെ പ്രത്യേകത, അത് അശുദ്ധമായ കൈകളാണ്. ശോഷിപ്പുള്ള കൈകൾ അശുദ്ധി നിറഞ്ഞതായിരിക്കും.
കൈ ശോഷിപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും അത് തിന്മ ചെയ്യുന്ന, തിന്മ പ്രവർത്തിക്കുന്നതായിരിക്കും ശോഷിപ്പുള്ള കൈകൾ. ആരെയും അനുഗ്രഹിക്കാത്തതായിരിക്കും ശോഷിപ്പുള്ള കൈകൾ. കർത്താവിൻ്റെ പക്കലേക്ക് ഒരിക്കൽ പോലും ഉയരാത്തതായിരിക്കും ശോഷിപ്പുള്ള കൈകൾ. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ വീണ്ടും ഈ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവ് ചെയ്തത് കണ്ടില്ലേ? ഈശോ ആ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ പക്കലേക്ക് കൈ നീട്ടുക എന്ന്. എൻ്റെ പക്കലേക്ക് നിൻ്റെ ശോഷിച്ച കൈ നീട്ടുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും നമ്മുടെ കൈകൾ ചിലപ്പോൾ തിന്മ ചെയ്തതായിരിക്കും, അശുദ്ധിയുള്ളതായിരിക്കാം, നന്മ പ്രവർത്തിക്കാത്തതായിരിക്കാം. കർത്താവിൻ്റെ പക്കലേക്കൊന്ന് നീട്ടിയാൽ മതി, എല്ലാ തരത്തിലുള്ള ശോഷിപ്പുകളും കർത്താവ് വിശ്വസിച്ച് മാറ്റിക്കളഞ്ഞ് നമ്മുടെയൊക്കെ കൈകൾ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും കരങ്ങളായിട്ട് കർത്താവ് വിശ്വസിച്ച് രൂപപ്പെടുത്തി തരും. അതിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കൈകളുടെ ശോഷിപ്പ് മാറാനായിട്ട് ഒന്ന്, അഭിഷേകം ചെയ്യപ്പെട്ട കൈകളിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കണം. അഭിഷേകം ചെയ്യപ്പെട്ട കൈകളിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കണം. 2, എഴുന്നേറ്റ് നടുവിലേക്ക് ചെല്ലണം കർത്താവിൻ്റെ അടുത്തേക്ക്. അതല്ലേ ഈ കൈ ശോഷിച്ച മനുഷ്യനോട് ഈശോ പറഞ്ഞു, നീ എഴുന്നേറ്റ് നടുവിലേക്ക് വരിക എന്ന്. എഴുന്നേറ്റ് നമ്മൾ നടുവിലേക്ക് ചെല്ലണം. നടുവിലേക്ക് ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് ആത്മീയമായി ഒത്തിരിയേറെ അർത്ഥതലങ്ങളുണ്ട്. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ നമ്മൾ വരണമെന്ന്, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നടന്നെടുക്കണം. എന്നിട്ട് ആ ഹൃദയത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചാൽ, അനുഗ്രഹം സ്വീകരിച്ചാൽ, സൗഖ്യം സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സകല ശോഷിപ്പുകളും ഇല്ലാതായിത്തീരും. അത് ചിലപ്പോൾ കൈകളുടേതായിരിക്കും, ചിന്തയുടേതായിരിക്കും, മനസ്സിൻ്റേതായിരിക്കും, ശരീരത്തിൻ്റേതായിരിക്കാം, ഹൃദയത്തിൻ്റേതായിരിക്കാം. സർവ ശോഷിപ്പുകളും മാറിപ്പോകാൻ ഈശോ ആ മനുഷ്യനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നടുവിലേക്ക് വരിക എന്ന്. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ചെല്ലണം. അവിടെ സൗഖ്യമുണ്ട്, രക്ഷയുണ്ട്, ആശ്വാസമുണ്ട്, അനുഗ്രഹമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ സുവിശേഷത്തിൽ കാണുന്ന സങ്കടകരമായ ഒരു കാര്യം കൂടെയുണ്ട്. അതിതാണ്, ഇത്രയൊക്കെ ആയിട്ടും ഫരിസേയർ, അവിടെ ഉണ്ടായിരുന്നവർ, ഈശോ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, ഈശോയിൽ കുറ്റം ആരോപിക്കാനായിട്ട്. ചിലവരുടെ ഹൃദയങ്ങൾ അങ്ങനെയാണ്. എവിടെ എന്ത് നന്മ കണ്ടാലും എല്ലാറ്റിലും തിന്മ ദർശിക്കുന്ന ഒരു ഹൃദയം. അതാണ് ചുരുങ്ങിപ്പോയ ഹൃദയത്തിൻ്റെ ലക്ഷണം. ഒരാളിലും ഒരു നന്മയും കാണില്ല, ഒരാളിലും ഒരു നന്മയുടെ ലക്ഷണം പോലും കാണാൻ അവർക്ക് സാധിക്കില്ല. നന്മ മാത്രമേ നിറഞ്ഞു നിൽക്കുന്നുള്ളെങ്കിലും അവിടെയും എന്തെങ്കിലും ഒരു തിന്മ കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, അത് ശോഷിച്ച, ചുരുങ്ങി ചെറുതായി പോയ ഹൃദയത്തിൻ്റെ സ്വഭാവമാണ്, ഭാവമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമുക്കൊക്കെ പറഞ്ഞു തരുന്ന അതിശയകരമായ, അനുഗ്രഹീതമായ കാര്യമുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ വലുതാകണം, നമ്മുടെ കൈകളുടെ ശോഷിപ്പ് മാറണം. ആത്മീയമായി കർത്താവിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കാൻ കൈകൾ ഉയരണം. ദൈവപക്കലേക്ക് അനുഗ്രഹത്തിനായി കൈകൾ ഉയരുമ്പോൾ ആ കൈകൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് മനുഷ്യരുടെ പക്കലേക്ക് നീളും. ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ കൈകളെ ഉയർത്താം. ദൈവമേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കൈകളുടെ സർവ്വ ശോഷിപ്പും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൻ്റെ വിശാലത തരണമേ എന്ന് അങ്ങയെ